ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കാക്കു ഇനി റീൽ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാവില്ലേ എന്ന്. ഒന്നാമത്തേത് വീഡിയോ ചെയ്യാത്തത് സുഖമില്ലാത്ത കാരണം കൊണ്ട് മാത്രമാണ്. പിന്നെ എനിക്കിങ്ങനെ അസുഖം വന്ന സമയത്ത് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ പേര് എനിക്കിങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ അത് പെട്ടെന്ന് മാറട്ടെ എന്നും അല്ലെങ്കിൽ ഇനി പുതിയ പുതിയ വീഡിയോസ് ഇടാൻ പറ്റട്ടെ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കാണാൻ പറ്റി. ഈ സോഷ്യൽ മീഡിയ വഴി എന്ത് ഉണ്ടാക്കിയെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വഴി നല്ല ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ സങ്കടപ്പെടാനും നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒരുപാട് പേരെ കിട്ടൂലേ, അത് ഈ സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇനിയെങ്കിലും എൻ്റെ കുറ്റം പറയുന്നതൊന്ന് നിർത്തണം. കാരണം എന്താണെന്നറിയും, ഒന്നാമത് വയ്യാതിരിക്കണം. ഈ സമയത്ത് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ അതൊരുപാട് തളർത്തുന്നുണ്ട് എന്നെ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്നെ പറ്റി കുറ്റങ്ങൾ പറയുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ഈ ഒരു കുറച്ച് സമയത്തേക്കൊന്ന് ഒഴിവാക്കണം. കാരണം വയ്യാതിരിക്കുമ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് താങ്ങാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അതൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം കേട്ടോ. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ഒരുപാട് പേരെ കോൾ എടുക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. കാരണം ഈ വയ്യാതിരിക്കുന്ന സമയത്ത് ഞാനെങ്ങനെ നിങ്ങളെ കോളൊക്കെ എടുത്ത് സംസാരിക്കുക, അതും കൂടി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒരുപാട് പേർക്ക് എനിക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഫോൺ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരുപാട് പേര് സംസാരിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ എൻ്റെ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് ജാട ആയതുകൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരമായതുകൊണ്ടോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്ത് വലിയ വലിയ ആളായിപ്പോയി ഞാൻ ആരും ആയിട്ടില്ല. ഞാനൊരു സാധാരണക്കാരൻ തന്നെയാണ്. ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് തന്നെ എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടി മാത്രമാണ്. അത് എൻ്റെ ഒരു സന്തോഷം കൂടിയാണെന്ന് കൂട്ടാം. അല്ലാണ്ട് എനിക്കിതിൽ നിന്നൊരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ല. പിന്നെ ചിലർ പറഞ്ഞ് നടക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല, എൻ്റെ വീഡിയോസ് അവിടെയും കുറച്ച് ആൾക്കാർ കാണട്ടെ എന്നുള്ള ധാരണ കൊണ്ട് മാത്രമാണ് യൂട്യൂബിലും കൂടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾ വേറൊരു അർത്ഥം വെച്ച് കാണരുത്. പിന്നെ ഈ സംസാരിക്കാൻ പറ്റാത്ത സമയത്ത് പോലും ഞാനിത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇനി എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ വയ്യാതെ ഇരുന്നിട്ടും ഈ വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത്. കാരണം ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എൻ്റെ ഒരു സൗണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം എൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ സൗണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വീട്ടിലോട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യാതെ മാറി നടക്കുന്നത്. അല്ലാതെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലായിട്ടല്ല. ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കാക്കു എന്നെയും കൂടി കൂട്ടുമെന്ന്. എല്ലാവരും കൂട്ടാം, റീൽസ് ചെയ്യാനൊക്കെ എല്ലാവരും കൂട്ടാം, ആർക്കും ചെയ്യാം. പക്ഷേ എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിക്കിപ്പോൾ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ റീൽസിന് നിങ്ങളെ അയക്കുന്ന മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുക്കാത്തത്. അത് പിന്നെ ഒരുപാട് പേര് എൻ്റെ നമ്പറിൽ വിളിച്ച് രാത്രിയൊക്കെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. പഠിച്ചെന്ന് വിചാരിച്ചാൽ ആ ശല്യം ചെയ്യുന്ന പരിപാടി ഒന്ന് ഒഴിവാക്കി തരണം. കാരണം മരുന്നൊക്കെ കുടിച്ചിട്ട് ഉറങ്ങുന്ന സമയത്താണ് കോള് വരുന്നത്. അപ്പോൾ ഭയങ്കര ശല്യമായിട്ട് വരുന്നുണ്ട്. അത് ഒരു തെറ്റായിട്ട് പറഞ്ഞതുപോലെ കൂട്ടരുത്. പക്ഷെ പറ്റാത്തതുകൊണ്ടാണ്. രാത്രിയുള്ള വിളി മാക്സിമം ഒന്ന് ഒഴിവാക്കി തരണം. അങ്ങനെ ഓവറായിട്ട് വിളിക്കുമ്പോൾ മാത്രമേ ഞങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി അങ്ങനെ ഓവറായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ചെയ്യും, ഉറപ്പായിട്ടും ബ്ലോക്ക് ചെയ്യും. കാരണം നമ്മുടെ അസുഖത്തിൻ്റെ വലുതൊന്നുമല്ലല്ലോ നമ്മുടെ ഈ ഫോൺ കോളും മെസ്സേജൊന്നും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഓവറായിട്ട് ഇപ്പോൾ ആക്റ്റീവ് അല്ല, അത് വയ്യാത്തതുകൊണ്ടാണ്. പിന്നെ യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ സിസ്സാണ്, ഞാനല്ല പോസ്റ്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒന്നിലും ഞാൻ വരലില്ല. അതുകൊണ്ട് അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ നിന്നതിനൊക്കെ താങ്ക്സ്. എന്തായാലും ഇനിയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യും. എൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യും. അപ്പോൾ താങ്ക്സ്.